അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഏറെ സ്നേഹം നിറഞ്ഞ മിയോ ഗ്ലോബൽ ഓൺലൈൻ മദ്രസയിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളെ, ഖുർആൻ പാഠത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സൂറത്തുൽ വാഖിഅയിലെ 1 മുതൽ 80 വരെയുള്ള ആയത്തുകൾ നമ്മൾ പൂർത്തിയാക്കി. ഇനി 81 മുതൽ 96 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻഷാ അല്ലാ. ആദ്യം നമുക്ക് 81 മുതൽ 96 വരെയുള്ള ആയത്തുകളൊന്ന് കേൾക്കാം. നിങ്ങൾ മൗനമായി സാറിൻ്റെ കൂടെ ഒന്ന് ഓതിയാൽ മതി. സാവകാശം നമുക്കൊന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفبهذا الحديث أنتم مدهنون وتجعلون رزقكم أنكم تكذبون فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين. فأما إن كان من المقربين فروح وريحان وجنة نعيم. وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين. وأما إن كان من المكذبين الضالين فنزل من حميم وتصلية جحيم. إن هذا لهو حق اليقين فسبح باسم ربك العظيم. ഇനി ഓരോ ആയത്തിലും പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്. 81-ാമത്തെ വചനത്തിൽ ഹുറൂഫുൽ ഖൽഖലയുടെ ഒരു നിയമം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇഖ്ഫ ഉണ്ട്, ഇദ്ഗാമുണ്ട്. ആറ്റും എന്നിടത്ത് ഉള്ള നിയമം ഇഖ്ഫ ആണ്. അൻ എന്ന് പറയുന്നതിന് പകരം ആറ്റും, കാരണം സുക്കൂനുള്ള നൂനിന് ശേഷം വന്നത് ത ആണ്. ത ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അൻ തും എന്ന് ഓതിയാൽ തെറ്റാണ്. ആറ്റും 2 മീം അവിടെ ഒന്നിച്ച് വന്നിട്ടുണ്ട്. മീമോടെ ചേർന്ന് കഴിഞ്ഞാലും നമ്മൾ ഇദ്ഗാമിൻ്റെ മീമുസാക്കിനായി ബന്ധപ്പെട്ട നിയമങ്ങൾ നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ സുക്കൂണിലെ മീമിന് ശേഷം മീമു വന്നാൽ നമ്മൾ ഇദ്ഗാം ചെയ്യണം. ആറ്റും മുദ്ഹിനൂൻ, മുദ്ഹിനൂൻ, ദാലിന് സുക്കൂൺ നൽകിക്കൊണ്ട് ഭംഗിയായി ഉച്ചരിക്കുക. 82-ാമത്തെ ആയത്തിലും وتجعلون رزقكم أنكم تكذبون وتجعلون ജ് എന്ന് തന്നെ കേൾക്കുന്ന രൂപത്തിൽ ഉച്ചരിക്കുക. റിസ്ഖക്കും എന്നല്ല,
റിസ്ഖക്കും 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 അന്നകും തുകദ്ദിബൂൻ. ഇനി ചിലപ്പോഴൊക്കെ പാരായണം ചെയ്യുമ്പോൾ വരാറുള്ള ഒരു പ്രശ്നം റിസ്ഖക്കും അന്നകും റിസ്ഖക്കും റിസ്ഖക്കും അന്നക്കും എന്ന് പറയും. മ എന്നല്ല, റിസ്ഖക്കും അന്നക്കും റിസ്ഖക്കും അന്നക്കും തുകദ്ദിബൂൻ. ആ മീമിന് സുക്കൂൻ നൽകിയിട്ടുള്ളത് വ്യക്തമായി തന്നെ കേൾക്കുന്ന രീതിയിൽ ഉച്ചരിക്കുക. വതജഅലൂന റിസ്ഖക്കും അന്നകും തുകദ്ദിബൂൻ ഫലൗലാ ഇദാ ബലഗതിൽ ഹുൽഖൂം. ഫലൗലാ ഇ മദ്ദിൻ്റെ അലിഫിന് ശേഷം വന്ന അക്ഷരം ഹംസയാണല്ലോ. അപ്പോൾ രണ്ട് പദത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഉച്ചരിക്കുന്ന സമയത്ത് എങ്ങനെയാണ്, എത്ര നീട്ടണം? മദ്ദിൻ്റെ നിയമം മദ്ദുൽ മുൻഫസിൽ ജായിസാണ് അല്ലേ? അപ്പോൾ ആ രീതിയിൽ അത് നീട്ടാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിക്കുക. ഫലൗലാ ഇദാ ബലഗതിൽ ഹുൽഖൂം. 84-ാമത്തെ ആയത്തിൽ വരുന്ന നിയമങ്ങൾ ഇഖ്ഫാകളാണ് വരുന്നത്. വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. 85 വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. വനഹ്നു അഖ്റബു ഹുറൂഫുൽ ഖൽഖല അഖ്റബു അഖ്റബു ഇലൈഹി മിൻകും മിൻകും ഇഖ്ഫാ ആണ് വരുന്നത്. മിൻകും വ മിൻകും എന്നുള്ളത് ആ മീമിന് സുക്കൂൺ നൽകി വ്യക്തമാകുന്ന രീതിയിൽ തന്നെ ഉച്ചരിക്കാൻ ശ്രമിക്കുക. വലാകിൻ ലാ വലാകിൻ ലാ ഇദ്ഗാം ബി ലാ ഗുന്ന. നൂനുസാക്കിനക്ക് ശേഷം ലാമ് വന്നതുകൊണ്ട് ബിലാ ഗുന്നയാണ്, ഉന്നത്ത് നൽകൂല, ഇദ്ഗാം ചെയ്യും. വലാകിൻ ലാ തുബ്സിറൂൻ തുബ്സിറൂൻ തുബ്സിറൂൻ. ബഅന് സുക്കൂൻ നൽകി മുഴക്കി ഉച്ചരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 86-ാമത്തെ വചനം ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ. നേരത്തെ പറഞ്ഞ നിയമങ്ങൾ തന്നെയാണ് അവിടെയുമുള്ളത്. റോൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഗൈറ മദീനീൻ എന്ന് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. 87-ാമത്തെ വചനം തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. തർജിഊനഹാ അലിഫ് മദ്, അതിനുശേഷം ഹംസ വന്നു. ഇൻ കുൻതും എന്ന സ്ഥലത്ത് രണ്ട് ഇഖ്ഫാ വരുന്നുണ്ട്. ഇൻ കുൻതും എന്നോദിയാൽ തെറ്റാണ്. ഇൻ കുൻതും സാദിഖീൻ. ഇതേ നിയമങ്ങൾ തന്നെയാണ് അടുത്ത ആയത്തിലും വരുന്നത്. 88-ാമത്തെ വചനം ഫഅമ്മാ ഇൻ കാന മിനൽ മുഖർറബീൻ. അവിടെയും മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം അലിഫ് മദ്ദിന് ശേഷം ഹംസ വന്നിട്ടുണ്ട്. അവിടെയും 4-5 ഹർക്കത്ത് വരെ നമുക്ക് നീട്ടാവുന്നതാണ്, ജായിസാണ്. 89 ഫറൗഹും വറൈഹാനും വജന്നതു നഈം. ഇദ്ഗാം ബി ഗുന്ന, തൻവീന് ശേഷം 2 സ്ഥലങ്ങളിൽ വാവ് വന്നിട്ടുണ്ട്. ഫറൗഹും വറൈഹാനും വജന്നതു നഈം. 90-ാമത്തെ വചനം വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ. ഇവിടെയും നേരത്തെ പറഞ്ഞ നിയമമുണ്ട്. അതേപോലെ തന്നെ കാന എന്ന സ്ഥലത്തും ഇഖ്ഫാ ആണ്. മിൻ അസ്ഹാബി, മിൻ മിൻ എന്നതിലെ സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസയാണ്, ഇദ്ഹാറിൻ്റെ അക്ഷരമാണല്ലോ. അപ്പോൾ മിൻ അസ്ഹാബിൽ യമീൻ എന്ന് ശരിയായ രീതിയിൽ ഉച്ചരിച്ചുകൊണ്ട് ക്ലിയറായി ഉച്ചരിച്ച് ഓതുക. 91-ാമത്തെ വചനം
ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ ഫസലാമുൻ ലക ഇദ്ഗാം ബി ലാ ഗുന്ന തൻവീനു ശേഷം ലാം വന്നു 92-ാമത്തെ വചനത്തിൽ وأما إن كان من المكذبين الضالين നമ്മൾ സൂറത്ത് ഫാത്തിഹയിൽ ഓതുന്നത് പോലെ തന്നെ ضالين എന്ന് ഉച്ചരിക്കുക. ലാമിൻ്റെ മുകളിൽ അധികം ضالين എന്ന് കുറേ നേരം ഉന്നത്ത് നൽകിയിരിക്കേണ്ടതില്ല, അങ്ങനെ ഓതാൻ പാടില്ല. وَأَمَّا إِن كَانَ مِنَ الْمُكَذِّبِينَ الضَّالِّينَ فَنُزُلٌ മിൻ ഹമീം 93-ാമത്തെ വചനമാണ്. ഫനുസുലും മിൻ ഹമീം. അവിടെ ഇദ്ഗാമുമുണ്ട് ഇൽഹാറും ഉണ്ട്. എവിടെയൊക്കെയാണ്? ലാമുനുസ് തൻവീനു ശേഷം ഫനുസുലും മി എന്ന സ്ഥലത്ത് ഇദ്ഗാം ബി ഗുന്നയാണ്. മിൻ ഹമീം സുക്കൂനുള്ള നൂനിന് ശേഷം ഹാ ഇൽഹാറിൻ്റെ അക്ഷരമാണല്ലോ, അപ്പോൾ അവിടെ ഇൽഹാറുമാണ്. വതസ്ലിയതു ജഹീം തെറ്റാണ്. വതസ്ലിയതു ജഹീം ഇന്ന ഹാദാ ലഹുവ ഹഖ്ഖുൽ യഖീൻ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം ഏതായിരുന്നാലും 81 മുതൽ 96 വരെയുള്ള വചനങ്ങൾ ഓതി നമ്മൾ പഠിക്കുകയാണ്. ഇൻഷാ അല്ലാ അൽഹംദുലില്ലാ. ഇതോടുകൂടി സൂറത്തുൽ വാഖിഅ ഇവിടെ പൂർണ്ണമാകുന്നു. നന്നായിട്ട് പാരായണം ചെയ്ത് പഠിക്കുക. പരമാവധി നമ്മുടെ കഴിവിൻ്റെ പരമാവധി തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നും ഖുർആൻ പാരായണം ചെയ്യുക. എന്നും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഉസ്താദുമാർക്കും ഒക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ ഏവരെയും സ്വർഗപ്പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.